ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തി. ടിയാൻജിനിലെ ബിൻഹായ് വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ ചൈനീസ് നയതന്ത്ര ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. 2 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് പിന്നാലെയാണ് മോദി ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കായി ചൈനയിൽ എത്തിയത്. 7 വർഷത്തിനു ശേഷം ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ടിയാൻജിനിലെ ബിൻഹായ് വിമാനത്താവളത്തിൽ ലഭിച്ചത്. ചൈനയുടെയും ഇന്ത്യയുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥർ ഹസ്തദാനം നൽകി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ടിയാൻജിനിലെ ഹോട്ടലിലെത്തിയ പ്രധാനമന്ത്രിയെ ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം വിളികളോടെയാണ് ഭാരതീയ പ്രവാസി സമൂഹം വരവേറ്റത്. ചൈനീസ് നർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി. യുഎസിന്റെ താരിഫ് പോര് ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ആശങ്ക വിതയ്ക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. നാളെയാണ് നിർണായക കൂടിക്കാഴ്ച. ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ ഊന്നൽ നൽകിയാകും ചർച്ചകൾ. 2018 ഏപ്രിൽ മാസമായിരുന്നു പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ ചൈന സന്ദർശിച്ചത്. അമേരിക്കയുടെ താരിഫ് ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന ശക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഭാരതം നൽകുന്നത്. നാഷണൽ ഡെസ്ക് ജനം. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, എത്രത്തോളം നിർണായകമാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം? വിഷ്ണു, ഏറ്റവും നിർണായകമായൊരു സന്ദർശനം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ചൈനയിൽ നടക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, 2 തവണയാണ് ചൈനീസ് പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുക എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയും ഏറെ നിർണായകമാണ്. മറ്റൊരു സുപ്രധാന വിഷയമെന്ന് എടുത്തു പറയേണ്ടത് ഗാൽവൻ താഴ്വരയിലെ സംഘർഷത്തിനും ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി അവിടെ എത്തുന്നത്. അതായത് ചൈനയിലെത്തുന്നത് ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം എത്തുന്നതെങ്കിൽ കൂടി വിവിധ രാഷ്ട്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടക്കും. ഏറ്റവും സുപ്രധാനമായൊരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് വ്ളാഡിമിർ പുടിനുമായി നടക്കുന്ന കൂടിക്കാഴ്ചയാണ്, റഷ്യൻ പ്രസിഡന്റുമായി നടക്കുന്ന കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയും ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ് ഇന്നത്തെ ചർച്ചകളിലെ നിർണായക വിഷയം. അതുപോലെ തന്നെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മിറ്റിലുമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലെ പ്രാതിനിധ്യവും എല്ലാം തന്നെ ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒരു വിഷയം തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭാരതവും ചൈനയുമായുള്ള ബന്ധം ശാക്തീകരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് ഈ മാർച്ച് മാസത്തിൽ ഷീ ജിൻപിങ് കത്തയക്കുകയും ചെയ്തിരുന്നു ദ്രൗപദി മുർമുവിനെ. അതായത് നമ്മുടെ രാഷ്ട്രപതിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. ആ കത്തയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള ചർച്ചകളും കൂടുതൽ ശാക്തീകരണത്തിനുള്ള ചർച്ചകളുമാണ് നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു ഗൗരവമേറിയ പശ്ചാത്തലം എന്ന് പറയുന്നത് 50% അധിക താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയ രാജ്യമാണ് ഭാരതം. അതുപോലെ തന്നെ 30% അധിക താരിഫാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ബാധകമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ തോതിൽ താരിഫ് ഏർപ്പെടുത്തിയ വലിയ എക്സ്പോർട്ടുള്ള അല്ലെങ്കിൽ വലിയ തോതിൽ ഭാരതീയ ഉൽപ്പന്നങ്ങളും ചൈനീസ് ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്ന അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിൽ വലിയ 2 രാജ്യങ്ങളായ ഈ 2 രാജ്യങ്ങളെയും വലിയ തോതിൽ താരിഫ് ചുമത്തി ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യം അതീവ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുമെന്നാണ് അറിയാനും സാധിക്കുന്നത്. പശ്ചാത്തല വികസന സൗകര്യങ്ങളുടെ രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളിലുമെല്ലാം തന്നെ പരസ്പരം സഹായിക്കാനുള്ള ധാരണയും ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളിൽ ഏത് രീതിയിലുള്ള സഹകരണം സാധ്യമാകും ഇരു രാജ്യങ്ങളും തമ്മിലെന്നത് സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത്. വ്യാപാര രംഗത്തും അതുപോലെ തന്നെ വൈദേശികമായ രംഗത്തും പ്രത്യേകിച്ചും അതിർത്തിയിലെ സേനാ പിന്മാറ്റം പോലുള്ള ക്രിയാത്മകമായ സൗഹൃദ പരിപാടികളിലെല്ലാം തന്നെ കൃത്യമായ നിലപാടുകൾ ഈ 2 നേതാക്കളും തമ്മിലുള്ള ചർച്ചകളിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.